കിച്ചണിലേക്ക് വന്ന ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള മറ്റ് 1-2 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. വലിയ പാചകക്കാരെന്ന് പറഞ്ഞു നടക്കുന്ന പലരും സത്യം പറഞ്ഞാൽ ഇവിടെ വരണം. ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവരുടെ കുറവുകളും എന്താണ് ഒരു പാചകക്കാരന് വേണ്ട ക്വാളിറ്റി എന്നൊക്കെ ഇവിടെ വന്നാൽ മനസ്സിലാവും. ബുഹാരി സാറ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അധ്യാപകനായിട്ട് തോന്നില്ല. നമുക്കൊരു സുഹൃത്തായോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായോ, നമുക്കൊരു ഭയമോ ടെൻഷനോ അല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മളങ്ങ് പഠിച്ചു പോവുകയാണ്. പുള്ളി ഒരു വ്യത്യസ്തനായ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റവാക്കിലൊന്നും പറഞ്ഞെത്തില്ല. അത് ഇവിടെ വന്ന് അനുഭവിക്കുക തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് പ്രായം ഇതിനൊരു പരിധിയല്ല. നമുക്ക് എത്ര വയസ്സുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാരെയും ഒരേപോലെ പരിഗണിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. താല്പര്യം ഉണ്ടായാൽ മതി. ഒരുപാട് നമ്മളിപ്പോൾ മിക്കുള്ളവരും പറയുന്നത് നമ്മൾ ഹോട്ടലിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ 2 ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ വെക്കണമെന്നാണ്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടും, രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റിൽ ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് തവണ എന്തായാലും പൊട്ടും, പിന്നെ അടുത്ത പൈസ എടുത്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊട്ടലിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഫസ്റ്റ് തുടക്കം തന്നെ വിജയിക്കും, അത് ഗ്യാരണ്ടിയാണ്. എൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു മജീഷ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ ഒരു ടെക്നീഷ്യൻ എന്നോ, അങ്ങനെ ഒരു ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കുക്കെന്ന് നമുക്ക് വേണമെങ്കിൽ ആരും പറയാൻ പറ്റില്ല സാറിനെ നമുക്കൊരു ഫുഡിന്റെ ടെക്നീഷ്യനെ നമ്മൾ കേട്ടിട്ടില്ല. ഏത് രീതിയിലാണോ ഫുഡിനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു മജീഷ്യനായിട്ട് സാറിനെ ഒറ്റവാക്കിൽ പറയാം. പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.